പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ അല്പവചന ധ്യാനത്തിന് വേണ്ടിയിട്ട് നമുക്ക് യെശയ്യാവിൻ്റെ പുസ്തകം 43-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. ഇപ്പോഴേ യാക്കോബെ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഇരിക്കും, നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിൻ്റെ മീതെ കവികയില്ല, നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയുമില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഈ വചനം എൻ്റെ ജീവിതത്തിലേറെ ക്രിയ ചെയ്തിട്ടുള്ളൊരു വചനമാണ്. വെള്ളത്തിൽ കൂടെ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഈ വചനം എൻ്റെ ജീവിതത്തിൽ എനിക്ക് വളരെ പ്രാവശ്യം കിട്ടിയിട്ടുള്ളൊരു വചനമാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നമ്മളോട് ഒരു മനുഷ്യരും നമ്മളോട് പറയത്തില്ല നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന്. ഒരു വ്യക്തികളും നമ്മളോട് പറയത്തില്ല. പക്ഷേ ദൈവം നമ്മളോട് പറയുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ നാണിച്ചും ലജ്ജിച്ചും പോകുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ അത് നിന്നെ വെന്തു പോകുകയില്ല, വെള്ളത്തിൽ കൂടെ നടന്നാൽ അത് നിൻ്റെ മീതെ കവിയുകയില്ല. ഈ തീയിൽ കൂടിയുള്ള അവസ്ഥ എനിക്ക് പല പ്രാവശ്യം എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. കുഞ്ഞുനാളിലായിരുന്നപ്പോൾ ഞങ്ങളുടെ വീട് കത്തി, ഞങ്ങളതിൻ്റെ അകത്തിലായിരുന്നു. 5 വയസ്സുള്ളപ്പോൾ അന്ന് ഞങ്ങൾ ഒരു പൊളൽ പോലും ഏക്കാതെ ഞങ്ങൾ പുറത്തു വന്നു, ഞാനും എൻ്റെ ആങ്ങളെയും. അതുപോണക്ക് തന്നെ പിന്നെ ഹോസ്പിറ്റലിൽ വെച്ചൊരു പ്രാവശ്യം ഇതുപോണക്ക് ഓട്ടോക്ലേവ് മെഷീന് വെള്ളം അതിൻ്റെ ഗ്യാസ് പോകാതെ കമ്പൗണ്ടർ വന്ന് തുറന്നു. അന്ന് ഭാഷയൊന്നും അറിയാൻ പറ്റാ. അങ്ങനെ ഞാൻ മൊത്തം പൊള്ളിപ്പോയെന്ന് വിചാരിച്ചൊരവസ്ഥയുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ യമനിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഇപ്പം കൂട്ടുകാരെല്ലാം മോർണിംഗ് ഡ്യൂട്ടിക്ക് പോയി, എനിക്ക് മാത്രം ഈവനിങ് ഡ്യൂട്ടി, ഞാൻ മാത്രമേ ഹോസ്റ്റലുള്ളൂ. ഭാഷയൊന്നും അറിയത്തില്ല, എടുക്കത്തില്ല. അപ്പോൾ ഞാൻ ഗ്യാസ് കത്തിച്ച ഉടനെ ഞാൻ നോക്കിയിരുന്ന സിലിണ്ടറെല്ലാം നിന്ന് കത്തുകയാണ്. സിലിണ്ടർ ചുറ്റും കിടന്ന് കത്തുന്നു. എനിക്ക് അറബി അറിയത്തുമില്ല, ഞാൻ എന്തോ എടുക്കും. ഞാൻ പെട്ടെന്ന്, വേറെ ആരുമില്ല, പെട്ടെന്ന് ഞാൻ വാതിൽ തുറന്നിറങ്ങിയിട്ട് അടുത്തുള്ള ഒരു കടയുണ്ട്. ആ കടയിലൊരു പയ്യനിരിക്കുന്ന പയ്യനെ പോളി അറബിയിൽ പറഞ്ഞ് വിളിക്കാൻ അറിയത്തില്ല. പക്ഷേ ഞാൻ കയ്യാട്ടി വിളിച്ചു. അത് ഓടി വന്നു. അപ്പം ഈ സിലിണ്ടർ അവിടെ ഇങ്ങനെ കത്തുന്നു. അത് പെട്ടെന്ന് അത് വേറെ ആരാൻ്റെ കൂടെ ഒക്കെ വിളിച്ചു കൂട്ടി അത് കെടുത്തി. അവിടെയും തീയിൽ നിന്നും എന്നെ ദൈവം രക്ഷിച്ചു. അല്ലെങ്കിൽ പിന്നെ എൻ്റെ കൂട്ടുകാർ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഞാൻ കത്തിക്കരിഞ്ഞൊരു ശവമായിരുന്നേനെ. അങ്ങനെ നല്ല ടെസ്റ്റ് മണിയാണ് എനിക്ക് തീയിൽ കൂടെ ഉണ്ടായിട്ടുള്ളത്. ഒരു 3 വട്ടം തീയിൽ നിന്നും ദൈവം എന്നെ രക്ഷിച്ചിട്ടുണ്ട്, ജീവനെ രക്ഷിച്ചിട്ടുണ്ട്. ഒന്ന് ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത്, 2 ഞാൻ ജോലിയുടെ ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം ഒരു പ്രാവശ്യം യമൻ്റെ പ്രദേശത്ത് വെച്ച്. അപ്പം മൊത്തം പൊള്ളി തീർന്നു, കത്തിക്കരിഞ്ഞു എന്ന് വിചാരിച്ചെടുത്ത് ഒന്നും ഏൽക്കാതെ ദൈവം എൻ്റെ ജീവനെ രക്ഷിച്ചു. അതുകൊണ്ടാണ് ഇന്ന് നിങ്ങളോട് ഈ വചനം പറയുവാൻ ഞാൻ ജീവിച്ചിരിക്കുന്നത്. ഈ 3 തീയുടെ അവസ്ഥയിൽ കൂടെ ഞാൻ കടന്നു പോയപ്പോഴും ദൈവം എന്നെ കണ്ടിരുന്നത് കൊണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞ ദൈവം എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ഇതിനൊന്നും, ഈ അഗ്നിക്കൊന്നും ദൈവം എന്നെ ഏൽപ്പിച്ചു കൊടുത്തില്ല. അവിടുന്ന് എല്ലാം എൻ്റെ അപ്പച്ചൻ എന്നെ വിടുവിച്ച് ആയുസ്സോടെ തന്നു. കാരണം സിലിണ്ടർ അവിടെയാന്ന് പറഞ്ഞാൽ സിലിണ്ടർ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം കത്തുവാണ്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എനിക്ക് അറബി അറിയത്തില്ല. ബാക്കി 3 കൂട്ടുകാരും ഡ്യൂട്ടിക്ക് പോയിരിക്കുകയാണ്, ഞാൻ മാത്രമേ ഉള്ളൂ ഹോസ്റ്റലിൽ. എനിക്ക് ഈവനിങ് ഡ്യൂട്ടിയാണ്. അപ്പോൾ ആഹാരം ഉണ്ടാക്കാൻ ഞാൻ ചെന്ന് കത്തിച്ച ഉടനെ മൊത്തം കത്തുന്നു. എന്ത് ചെയ്യണമെന്നറിയാത്ത ആ ഒരവസ്ഥ. ഭാഷ അറിയത്തില്ല. തൊട്ടടുത്ത ആംഗ്യം കാണിച്ചാണ് അവരെ വിളിക്കുന്നത്. കാരണം അറബി പറയാൻ അറിയത്തില്ല. അത് ഓടി വന്ന് ആരാണ്ടിയൊക്കെ വിളിച്ചു കൂട്ടി അതിങ്ങനെ അത് എത്തി. അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാർ വരുമ്പോൾ, അല്ലെങ്കിൽ ആ ഡ്യൂട്ടിക്ക് വിളിക്കാൻ വണ്ടി വരുമ്പോൾ കത്തിക്കരിഞ്ഞ് ഞാൻ കിടന്നേനെയുമായിരുന്നു. അവിടെ ദൈവം തമ്പുരാനെ, അതേ 1999 കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഈ ലാസ്റ്റ് അങ്ങനെ 3 പ്രാവശ്യം തീയിൽ നിന്നും എൻ്റെ ദൈവം എന്നെ രക്ഷിച്ച ദൈവമാണ്. തീയിൽ കൂടി കടക്കുമ്പോൾ അത് നിന്നെ വെന്തു പോകുകയില്ല എന്ന് കർത്താവിൻ്റെ വചനം പറയുമ്പോൾ, കർത്താവ് നമ്മളെ കണ്ടിരിക്കുന്നത് കൊണ്ടാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് കർത്താവ് പറയുമ്പോൾ, നമ്മുടെ കൂടെ കർത്താവ് ഉള്ളത് കൊണ്ടാണ്, നമ്മളെ കണ്ടിരിക്കുന്നത് കൊണ്ടാണ്, നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നതും കൊണ്ടാണ് നമുക്കങ്ങനെ നമ്മളെ രക്ഷിച്ച്
കർത്താവ് അങ്ങനെ കൊണ്ടിരുന്നത്. അല്ലെങ്കിൽ എന്നേ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു പോകാമായിരുന്നു. പക്ഷേ കർത്താവിൻ്റെ വചനം പറയുന്ന പോലെ, നീ എനിക്കുള്ളവൻ, ഞാൻ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ നിൻ്റെ കൂടെ ഇരിക്കും, അത് നിൻ്റെ മീതെ കവിയുകയില്ല, തീയിൽ കൂടി പോയാൽ അഗ്നിജ്വാല നിന്നെ വെന്ത് കളയുകയുമില്ല. ഓ ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. ദൈവത്തിനെ എത്ര സ്തുതിച്ചാലും മതി വരില്ല. നമ്മുടെ ജീവിത അനുഭവങ്ങളാണ് നമ്മളെ വിശ്വാസത്തിൽ നമ്മളെ നിലനിർത്തുന്നത്. നമ്മളോട് നമ്മുടെ കൂടെ ഉള്ളവരോ ഒരു സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ളവരോ ആരും നമ്മളോട് പറയത്തില്ല ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന്. ആരും പറയത്തില്ല. സന്ദർഭവും സാഹചര്യം വരുമ്പോൾ എല്ലാവരും മാറിപ്പോകുന്നവരാണ്, ആ സുഹൃത്തുക്കളായാലും കുടുംബക്കാരായാലും എല്ലാവരും. പക്ഷേ അപ്പോഴും നമ്മളെ താങ്ങി നിർത്തുന്നത്, നമ്മളോട് പറയുന്നതാരാ? നമ്മുടെ ദൈവമാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന്. ആ ഭയപ്പെടാതെ ജീവിക്കുവാൻ ജീവനുള്ള ദൈവത്തെ മാത്രം ഭയപ്പെട്ട് ജീവിക്കാൻ ദൈവം നമ്മളെ എടുത്ത് ഉപയോഗിക്കുന്നത്. ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതുകൊണ്ടും നമ്മൾ അവനെ തിരഞ്ഞെടുക്കുകയല്ല ചെയ്തത്, അവൻ നമ്മെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. കർത്താവായ യേശുക്രിസ്തു നമ്മളെ ഓരോരുത്തരും തിരഞ്ഞെടുത്തവരുടെ മേലാണ് അവൻ്റെ അനുഗ്രഹവും അവൻ്റെ വിഷമങ്ങളും പ്രതിസന്ധികളും എല്ലാം കൊടുക്കുന്നത്. അല്ലാത്തവർക്ക് ഒരു കുഴപ്പവുമില്ല. കാരണം അപ്പോഴും നമ്മൾ അവൻ്റെ സ്നേഹത്തിൽ നിന്നും പിന്തിരിഞ്ഞു പോകുമോ എന്നുള്ളത് ആണ്. സുഖത്തിലും ദുഃഖത്തിലും ദൈവത്തെ വിട്ടുപിരിഞ്ഞു. നല്ലത് ലഭിക്കുമ്പോൾ, നന്മകൾ മാത്രം ലഭിക്കുമ്പോൾ ദൈവം നല്ലവന്. പിന്നെ വീഴ്ച വരുമ്പോൾ ദൈവം നല്ലവനല്ല. അങ്ങനെയാണ് ആൾക്കാരെ. അപ്പോൾ ചോദിക്കും, എന്തിയ ദൈവം എന്ന്. അതാണ് ആൾക്കാരുടെ ഒരു ഇതെന്ന് പറയുന്നത്. പക്ഷെങ്കിൽ ആ സുഖം നിനക്ക് ആ നല്ല കാലത്തും കഷ്ടകാലത്തും നീ ദൈവത്തിനോടൊപ്പമായിരുന്നു എന്ന് ദൈവം നോക്കും. ആ കഷ്ടകാലത്തിലും നല്ല കാലത്തിലും ദൈവത്തിൻ്റെ സന്നിധി വിട്ടുമാറാതെ ഉറച്ച വിശ്വാസത്തോടും പ്രാർത്ഥനയോടും ദൈവസന്നിധിയിൽ നിന്നാൽ നിങ്ങൾക്ക് നല്ല അനുഗ്രഹം തന്നെയുണ്ടാവും. ഒരിക്കലും ഉപേക്ഷിക്കുന്ന ദൈവമല്ല. സത്യസന്ധമായി ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവരെ ഒരിക്കലും ഉപേക്ഷിക്കുന്ന ദൈവമല്ല. കണ്ണുനീരോടെയും പ്രാർത്ഥനയോടെയും ഇടിവിലിരുന്ന് അയ്യം വിളിക്കുന്നവരെ ഒരിക്കലും ഉപേക്ഷിക്കുന്ന ദൈവമല്ല. അത് എൻ്റെ ജീവിതത്തിലെ എത്ര ടെസ്റ്റിമണി പറഞ്ഞാലും, എത്ര അനുഭവ സാക്ഷ്യങ്ങൾ പറഞ്ഞാലും മതിയാകത്തില്ല. അത് 1000 അല്ല 10,000 അല്ല, അതുപോണക്കാണ് സാക്ഷ്യങ്ങൾ എൻ്റെ ജീവിതത്തിലുള്ളത്. അപ്പം അതുകൊണ്ടാണ് നമുക്കത് വിട്ടു മാറാൻ പറ്റത്തില്ല. അപ്പോഴെല്ലാം ഇതെടുത്താണ് നമ്മൾ വിളിക്കുന്നത്, ഇതിലാണ് പ്രാർത്ഥിക്കുന്നത്, ഇതിലാണ് നമ്മൾ കണ്ണുനീര്, ഇതിൻ്റെ അകത്തിലാണ് വീഴുന്നത്. ഈ ബൈബിളിനകത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കണ്ണുനീര്. അത് അപ്പച്ചന് മറികടന്ന് പോകാൻ പറ്റത്തില്ല. ദൈവം സ്നേഹമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും ദൈവം സ്നേഹിക്കുന്നവർക്കും ഒരുക്കിയിട്ടുള്ള ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു കാത് കേട്ടിട്ടില്ല എന്ന് പറയുന്നത്. മറ്റുള്ളവരെ നമ്മളെ നിന്ദിച്ചേക്കാം, പരിഹസിച്ചേക്കാം, നമ്മളെ തള്ളിപ്പറഞ്ഞേക്കാം, നമ്മളെ അവഗണിച്ചേക്കാം. പക്ഷെങ്കിൽ ആ സമയങ്ങളിലെല്ലാം നമ്മുടെ ഇല്ലായ്മയിലും വല്ലായ്മയിലും, നമ്മുടെ രോഗത്തിലും ദുഃഖത്തിലും, നമ്മുടെ സമൃദ്ധിയിലും ഇല്ലായ്മയിലെല്ലാം ഒരുപോണക്ക് നമ്മൾ ദൈവസന്നിധിയിലായിരുന്നു നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമാണ്. ആ ദൈവം മാത്രം നമ്മളെ കൈവിടത്തില്ല. മനുഷ്യരെല്ലാവരും കൈവിടും, പക്ഷേ ദൈവം നമ്മളെ കൈവിടത്തില്ല. ആ വാഗ്ദത്തം നമ്മുടെ മേലുണ്ടോ? ഭയപ്പെടേണ്ട, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു, നിന്നോട് കൂടെ ഉണ്ടെന്ന് നമ്മളോട് പറയുന്ന കർത്താവ് നമ്മളത്ര വിശ്വാസത്തോടും പ്രാർത്ഥനയോടും പ്രത്യാശയോടും ദൈവസന്നിധിയിലെ നന്മ ചെയ്തുകൊണ്ട് ദൈവത്തെ വിളിക്കുമ്പോൾ ആ ദൈവം വലിയവൻ തന്നെ. നമുക്ക് നാൾതോറും അവൻ്റെ സാക്ഷിയായി നിൽക്കാൻ ദൈവം നമുക്ക് അവസരം തരും. പക്ഷേ സത്യസന്ധതയോടെയും പൂർണ്ണ മനസ്സോടെയും പൂർണ്ണാത്മാവോടെയും വിളിക്കണം. ചതിയും വഞ്ചനയും കള്ളത്തരങ്ങളും കപടങ്ങളും വെച്ചുകൊണ്ട് ദൈവത്തെ വിളിച്ചാൽ ദൈവം അത് കേൾക്കില്ല. അങ്ങനെയുള്ളവർക്ക് ദൈവം നന്മ തന്നെ കൊടുക്കും, പക്ഷെങ്കിൽ അവസാനം അതിനൊരു തിരിച്ചടി ഉണ്ടാകും. അതാണ് ദൈവത്തിൻ്റെ നിയമം. അതാണ് ബൈബിളിൽ പറയുന്നത് പോണക്ക് വചനം പറയുന്നത്, ദുഷ്ടനെ പന പോലെ വളർത്തും എന്നാണ് പറയുന്നത്. ദുഷ്ടനെ പന പോലെ വളർത്തും. എന്തുവാണ് ദുഷ്ടൻ? ദുഷ്ടനെയാണ് പന പോലെ വളർത്തുന്നത്, അല്ല നീതിമാനെ അല്ല പന പോലെ വളർത്തുന്നത്. നീതിമാൻ്റെ അനർത്ഥങ്ങൾ അനേകമാണ്. നീതിയോടെ നിൽക്കുന്നവർക്ക് അനേക അനർത്ഥങ്ങളാണ്. പക്ഷേ അവയിൽ നിന്നെല്ലാം ദൈവം അവരെ വിടുവിക്കും തക്ക സമയത്ത്. അതാണ് ദൈവത്തിൻ്റെ വചനം. അതാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്കുള്ളത്. അതുകൊണ്ട് ദൈവത്തെ മറുത്തു പറയുവോ, യഥാർത്ഥ ദൈവത്തെ, ജീവനുള്ള ദൈവത്തെ മറുത്തു പറയാതെ ദൈവസന്നിധിയിലിരുന്ന് വിശ്വാസത്തോടെയും പ്രത്യാശയോടെയും ആയിരുന്ന് ജീവനുള്ള ദൈവത്തെ വിളിക്കുകയും എടുക്കുകയും ചെയ്യുമ്പോൾ അവൻ നമുക്ക് നാൾതോറും സാക്ഷിയായി നിൽക്കാൻ, നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവമാണെന്ന് നമുക്ക് സാക്ഷീകരിക്കുവാൻ എൻ്റെ ജീവിതം കൊണ്ട് തന്നെ എനിക്ക് പറ്റുന്നതാണ്. എൻ്റെ ജീവിതത്തിലെ അനുഭവ സാക്ഷ്യങ്ങൾ പറഞ്ഞാൽ അത് ഒരിക്കലും തീരുന്നതല്ല. നാൾതോറും അങ്ങനെയാണ് കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തെ മറുത്തു പറയാതെ ദൈവസന്നിധിയിൽ ദൈവത്തോട് പറ്റിച്ചേർന്ന് നിന്ന് നമ്മൾ നിൽക്കുമ്പോൾ, നമ്മൾ തീയിൽ കൂടെ പോയാലും നമ്മളെ വെന്തു പോകുകയില്ല. വെള്ളം വന്നാലും നമ്മുടെ മണ്ടയിൽ കവിഞ്ഞൊഴുകില്ല. ഏത് അനർത്ഥങ്ങളിൽ നിന്നും
ദൈവം നമ്മളെ വിടിപ്പിക്കുന്ന ഒരു ദൈവമാണെന്ന് കാണുവാൻ നമുക്ക് അനുഭവ സാക്ഷ്യത്തിലൂടെ പറയുവാൻ പറ്റും. അതാണ് ദൈവസ്നേഹം, അതാണ് ദൈവത്തിൻ്റെ നീതി, അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. നമ്മൾ ഉറച്ച വിശ്വാസമായിരിക്കണം. വിശ്വാസം പ്രവൃത്തികളോടുകൂടിയുള്ള വിശ്വാസമായിരിക്കണം. കർത്താവ് പറയുന്ന പ്രവൃത്തിയില്ലാത്ത ഒരു വിശ്വാസം എനിക്കിഷ്ടമില്ല എന്നുള്ളതാണ്. കാരണം എന്നാന്ന് ചോദിച്ചാൽ, നമ്മൾ ദാനം ചെയ്യണമെന്ന് 10,000 പ്രസംഗിച്ചിട്ട് നമ്മൾ ഒരു ദാനവും ചെയ്യാതിരിക്കുക. നമ്മൾ സഹായിക്കണമെന്ന് നമ്മൾ വാതോരാതെ പറയുകയും നമ്മളൊരു സഹായം, ഒരു ചെറുവിരൽ പോലും ആർക്കും സഹായിക്കുകയും ചെയ്യാതിരിക്കുമ്പോൾ അതല്ല, എന്നിട്ട് ഭയങ്കര വിശ്വാസമാണ്. അതല്ല, അത് കർത്താവിന് ഇഷ്ടമില്ല. കർത്താവ് പറയുന്നത് എന്താ? പ്രവൃത്തിയോട് കൂടിയുള്ള വിശ്വാസമാണ് എനിക്കിഷ്ടമെന്നാണ് കർത്താവ് പറയുന്നത്. അപ്പം നമ്മൾ നീതി പ്രവർത്തിക്കുകയും നമ്മൾ ദുഃഖങ്ങളിലോ ഭാരങ്ങളിലോ പ്രയാസങ്ങളിലോ, അല്ലെങ്കിൽ ഒരാൾ വിശന്നിരിക്കുന്നു കണ്ടാലോ, ഒരാൾക്ക് ഉടുക്കാൻ തുണിയില്ലാതോ, അതെ കർത്താവ് പറഞ്ഞു, ഞാൻ ഇത് അങ്ങനെ വന്നു, നീ എന്നെ ഉടുപ്പിച്ചില്ല, ഞാൻ വിശന്നു വന്നു, നീ എനിക്ക് തന്നില്ല, ഞാൻ നഗ്നനായി വന്നു, നീ എന്നെ ഉടുപ്പിച്ചില്ല എന്ന് പറയുമ്പോൾ നിന്നെ എപ്പോൾ അങ്ങനെ കണ്ടു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ വന്നവരെല്ലാവരും ഈ ഏറ്റവും എളിയവനിൽ നീ ചെയ്യുന്നതാണ് നീ എനിക്ക് ചെയ്യുന്നതെന്ന് കർത്താവ് പറയുന്നുണ്ട്. നീ ഏറ്റവും എളിയവർക്ക് നീ എന്ത് ചെയ്യുന്നു, അതാ നീ ദൈവത്തിനാണ് ചെയ്യുന്നതെന്നാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ദൈവത്തെ വിളിക്കുമ്പോഴാണ് ആ വിശ്വാസമാണ് ദൈവത്തിന് പ്രസാദമുള്ളതായിത്തീരുന്നത്. അല്ലാതെ നമുക്ക് വിശ്വാസമുണ്ടെന്നും പറഞ്ഞ് നമ്മളെ എപ്പോഴും വിശ്വാസം പറഞ്ഞു എടുത്തും നമ്മളങ്ങ് വലിയ പ്രാർത്ഥനക്കാർ, വലിയ അങ്ങനെയുള്ള ആരെന്ന് പറഞ്ഞ് നടന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല. കർത്താവിൻ്റെ വചനമാണ് പറയുന്നത്. വചനം എന്തോ പഠിപ്പിക്കുന്നേ? വചനം പറയുന്നത് നീ പ്രവൃത്തി ചെയ്യേ. നീ പ്രവൃത്തിയില്ലാത്ത നിൻ്റെ വിശ്വാസം അത് ദൈവത്തിന് ഇഷ്ടമില്ല, അത് ദൈവത്തിന് വേണ്ട. അതാനും എന്തെങ്കിലും നീ പ്രവർത്തിച്ചുകൊണ്ട്, പറയുന്നത് പോണക്ക് പ്രവർത്തിച്ചുകൊണ്ട് ഉള്ള വിശ്വാസമാണ് കർത്താവിന് ഇഷ്ടമുള്ളത്. അതുകൊണ്ട് ഓരോരോ സൽപ്രവൃത്തികളും നന്മകളും ചെയ്ത് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാനാകും, മറ്റുള്ളവർക്ക് ഏത് രീതിയിൽ നമ്മൾ ഉപകാരപ്പെടാൻ പറ്റും, ഒരു വാക്കിലാണോ, പ്രവൃത്തിയിലാണോ, ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടാണോ, ഒരു നേരത്തെ ആഹാരം കൊണ്ടാണോ, ഒരു മറ്റ് സഹായം കൊണ്ടാണോ, അല്ലെങ്കിൽ നമ്മളെ ഹോസ്പിറ്റലിൽ പോകാനൊന്ന് വിളിച്ചു, കൂടെ ഒന്ന് ചെല്ലാമോ എന്ന് ചോദിച്ചു, നമ്മൾ അവരുടെ കൂടെ വിളിക്കുന്നത്, അവരുടെ കൂടെ പോകുന്നത്, നമുക്ക് ക്ഷീണമൊക്കെ ഉണ്ടെങ്കിലോ എനിക്ക് വയ്യാന്ന് പറയല്ല. കർത്താവിൻ്റെ വചനം നിന്നെ 1 നാഴിക നടക്കാൻ വിളിക്കുന്ന 2 നാഴിക നടക്കുമെന്നാണ് കർത്താവ് പറയുന്നത്. അപ്പം വചനം അനുസരിച്ച് ജീവിച്ചാൽ മാത്രമേ ദൈവത്തിന് പ്രസാദമുള്ളവരായി തീരുവാൻ പറ്റത്തുള്ളൂ. അല്ലാതെ കൂടുതൽ പ്രസംഗിച്ചിട്ടും കൂടുതൽ വിശ്വാസമാണെന്ന് കാണിച്ചിട്ടും നടന്നിട്ട് ദൈവത്തിന് ഇഷ്ടമല്ല. കർത്താവ് പറയുന്നുണ്ടല്ലോ, അന്നാൾ ഞാൻ പറയും ഞാൻ നിങ്ങളെ കർത്താവേ എന്ന് പറയുന്നവനേവനുമല്ല, കർത്താവിൻ്റെ പ്രവൃത്തി ചെയ്യുന്നവനും കർത്താവിൻ്റെ ഭാവമുള്ളവരെയാണ് കർത്താവിന് ഇഷ്ടം. അപ്പം അങ്ങനെയായിരിക്കുമ്പോഴാണ് കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നത്, നമ്മളെ സ്നേഹിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഉള്ളിലെ ഒരാളുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവുണ്ടോയെന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയിലെ പരിശുദ്ധാത്മാവ് ഉണ്ടോ എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? ഒരു വ്യക്തിയിലെ പരിശുദ്ധാത്മാവ് ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? പ്രാർത്ഥിക്കുന്ന ആ ഒരു വ്യക്തിയുടെ ഉള്ളിൽ കരുണയുണ്ടോ, ദയയുണ്ടോ, കാരുണ്യമുണ്ടോ, സഹായിക്കാനുള്ള മനസ്സുണ്ടോ, കൊടുക്കുവാനുള്ള മനസ്സുണ്ടോ, ക്ഷമിക്കുവാനുള്ള കഴിവുണ്ടോ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കണ്ണുനീര് കാണുമ്പോൾ നമ്മുടെ മനം നൊന്ത് ഒരു തുള്ളി കണ്ണുനീരെങ്കിലും നമ്മുടെ കണ്ണിൽ നിന്ന് വരുന്നുണ്ടോ, അവരുടെ പ്രയാസം നമ്മുടെ പ്രയാസമാണെന്ന് ഏറ്റെടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ, ഉണ്ടോ? ഇതൊക്കെ ഉള്ളിലുള്ളവരാണ് പരിശുദ്ധാത്മാവുള്ളവർ. ഇതൊക്കെ ഇല്ലാത്തവരാരും എത്ര പ്രാർത്ഥിച്ചാലും എത്ര ഇത് ചെയ്താലും അവരുടെ പരിശുദ്ധാത്മാവില്ല. പരിശുദ്ധാത്മാവിൽ ഉള്ളിലുള്ളവരൊക്കെ കരുണയും ദയയും മനസ്താപവും മനസ്സലിവും ഒക്കെ ഉണ്ടാകത്തുള്ളൂ, ഇല്ലെങ്കിൽ ഉണ്ടാകത്തില്ല. അവരൊക്കെ ഇങ്ങനെ വലിയ ഉണ്ടെന്ന് നടിക്കും, പക്ഷെങ്കിൽ അവരുടെയൊക്കെ വായിൽ നിന്ന് വരുന്ന വാചകങ്ങളും അവരുടെയൊക്കെ സംസാരങ്ങളും കാര്യങ്ങളും കേൾക്കുമ്പോൾ നമ്മൾ തന്നെ അതിശയിച്ചു പോകും. അപ്പോൾ അതാണ് കർത്താവ് പറയുന്നത്. കർത്താവിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് കർത്താവ് എങ്ങനെയുള്ളവരെയാണ് സ്നേഹിക്കുന്നത്, അത് കർത്താവിൻ്റെ പ്രവൃത്തി ചെയ്തുകൊണ്ട്. കർത്താവ് നമ്മളെ പഠിപ്പിച്ചെന്തുക? സഹിക്കുക, ക്ഷമിക്കുക, കൊടുക്കുക, സ്നേഹിക്കുക, ഇല്ലായ്മയിൽ നിന്നും കൊടുക്കുക, ഇതൊക്കെയാണ് കർത്താവ് പഠിപ്പിച്ചത്. പക്ഷേ അത് നമ്മൾ പ്രസംഗിക്കുക മാത്രം ചെയ്തുകൊണ്ട് പ്രവർത്തിക്കാതെയും ഇരിക്കുമ്പോൾ കർത്താവിനത് ഇഷ്ടമില്ല. അങ്ങനെയുള്ളവരെ അത് ഇഷ്ടമില്ല. അത് കർത്താവിൻ്റെ വചനം തന്നെയാണ് പറയുന്നത്. അത് ഇഷ്ടമില്ല കർത്താവിനെ. വചനം ജീവനാണ്.
വചനത്തിൽ കൂടെയാണ് സർവ്വതും ഉളവായത്, അല്ലേ? വചനത്തിൽ കൂടെ സർവ്വതും ഉളവായത്. അപ്പോൾ വചനം വെറുതെ നമ്മൾ എടുക്കുമല്ല. വചനത്തിൽ അടങ്ങിയിരിക്കുന്ന സംക്ഷിപ്തമായിരിക്കുന്ന എന്താണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്, പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതല്ലേ, പഠിപ്പിച്ചത് എന്നുള്ളത് നമ്മൾ ഉള്ളിൽ നമ്മൾ സംഗ്രഹിച്ചു നമ്മുടെ പ്രവൃത്തിയിലും ചിന്തയിലും ഒക്കെ അത് പ്രാവർത്തികമാക്കി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവം നമ്മുടെയും പ്രാർത്ഥന കേൾക്കുന്നത്, നമ്മളെ അനുഗ്രഹിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ ആർക്കും പ്രയോജനപ്പെടുന്നില്ല, നമുക്ക് മാത്രം ഞാൻ എൻ്റേത് എനിക്ക് അങ്ങനെ മാത്രം നമ്മൾ ജീവിച്ചത് കഴിഞ്ഞാൽ ദൈവത്തിന് ഒട്ടും ഇഷ്ടമില്ല. ദൈവം പറയുന്നത് എന്തോ, അന്യോന്യം സ്നേഹിക്കുവിൻ, മറ്റുള്ളവരുടെ വേദനകളിൽ ചെല്ലുവിൻ, മറ്റുള്ളവരുടെ സങ്കടങ്ങളിൽ ചേരുവിൻ. ഇതൊക്കെയാണ് കർത്താവ് പറയുന്നത്. ഇതൊന്നും ചെയ്യാതെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഇഷ്ടമില്ല. പ്രവൃത്തിയിൽ കൂടിയുള്ള വിശ്വാസം മാത്രമാണ് ദൈവത്തിന് ഇഷ്ടം. ഇപ്പം ഈ വചനം എൻ്റെ ജീവിതത്തിൽ സാക്ഷ്യമായ ഒരു വചനമാണ് ഈ യെശയ്യാവിൻ്റെ 43-ാമത്തിലെ ഈ അധ്യായം. തീയിൽ കൂടെ പോയ നീ വെന്തുപോലെ. എൻ്റെ ടെസ്റ്റിമണിയാണ്, എനിക്ക് സാക്ഷ്യമാണ്. 3 പ്രാവശ്യമാണ് തീയിൽ നിന്നും, 2 പ്രാവശ്യം ഇന്ത്യയിലും 1 പ്രാവശ്യം യമനിലും വെച്ച്, 3 പ്രാവശ്യമാണ് ദൈവം എന്നെ ഈ തീയിൽ നിന്നും രക്ഷിച്ചത്. കത്തിക്കരിഞ്ഞു എന്ന് വിചാരിച്ചേ. അപ്പോൾ എങ്ങനെ സാക്ഷീകരിക്കാതിരിക്കാൻ പറ്റും ദൈവത്തെ? പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ളവർക്ക് സ്നേഹം ഉണ്ടാകും, മറ്റുള്ളവരോട് കരുണ തോന്നും, ദയ തോന്നും. ക്രിസ്തുവിൻ്റെ ഭാവം വേണം. ക്രിസ്തുവിൻ്റെ ഭാവം എന്ന് പറയുന്നത് എന്തുവാ? ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ റിലീജിയൻ. ക്രിസ്തു പഠിപ്പിച്ച യഹൂദനിൽ നിന്ന് എന്നില്ല, ഏവനും എൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുമെന്നാണ് ദൈവം പറഞ്ഞിട്ടുള്ളത്. ദൈവത്തിനും പക്ഷപാതവുമില്ല, മുഖപക്ഷവുമില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇല്ല. അതൊക്കെ കാണിക്കുന്നത് മനുഷ്യരാണ്. ദൈവത്തിന് മുഖപക്ഷമില്ല, പക്ഷപാതമില്ല. ദൈവത്തിൻ്റെ മുന്നിൽ എല്ലാവരും സമന്മാരാണ്. ദൈവത്തിൻ്റെ മുന്നിൽ ചെറുതും വലുതുമെന്നൊന്നുമില്ല. ദൈവത്തെ സത്യസന്ധമായിട്ട് ശുദ്ധമായ ഹൃദയത്തോടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ആരെയാണോ അവരെ ദൈവത്തിന് ഇഷ്ടമാണ്. അത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് ഇഷ്ടമില്ലാതിരിക്കാം. മറ്റുള്ളവരുടെ ഇഷ്ടം നോക്കി നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളല്ല, നമ്മുടെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് നമ്മളെ പഠിപ്പിച്ചത്, എന്താണ് ക്രിസ്തുദേവൻ്റെ ഭാവം. ആ ഭാവമുള്ളവരായിട്ട് നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മൾ ക്രിസ്തുവിൻ്റെ അനുയായികളാകുന്നത്. അല്ലാതെ നമ്മൾ വെറുതെ അങ്ങ് ജീവിച്ചിട്ടൊന്നും ക്രിസ്തുവിൻ്റെ അനുയായികളാകത്തില്ല. ക്രിസ്തുവിൻ്റെ ഭാവം എന്തുവാ? താഴേക്കിടയിൽ വന്ന് ക്രിസ്തു ആരെയും മാറ്റി നിർത്തിയില്ല. ക്രിസ്തുവിൻ്റെ അടുത്ത് ചെന്ന് ക്രിസ്തു ചേർത്ത് നിർത്തുക ചെയ്തത്. ക്രിസ്തുദേവൻ ചേർത്ത് നിർത്തുക, അല്ലാതെ അകറ്റി നിർത്തുകയല്ല ചെയ്തത് ആരെയും. ബൈബിളിൽ ഉടനീളം നമ്മൾ വായിക്കുമ്പോൾ എന്തുവാ കാണുന്നത്? കുരുടനെയായാലും മുടന്തനെയായാലും ചെളി കിടന്നവനെയായാലും രക്തസ്രവമുള്ള സ്ത്രീ ആയാലും ലാസറും നാറ്റം വെച്ച ലാസർ എല്ലാവരെയും ചേർത്ത് പിടിക്കുക ക്രിസ്തു ചെയ്ത്. ക്രിസ്തു ആരെയും അകറ്റി നിർത്തിയില്ല, മാറ്റി നിർത്തിയില്ല. പക്ഷെങ്കിലേ മാറ്റിയും അകറ്റി നിർത്തുന്നവരാ? മനുഷ്യരാണ്. സത്യം ക്രിസ്തു പറയുമ്പോഴാണ് പരീശന്മാർക്കും, സത്യം ക്രിസ്തു പ്രസ്താവിക്കുമ്പോഴും പറയുമ്പോഴുമാണ് പരീശന്മാർക്ക് കുത്തുകൊള്ളുന്നത്. പള്ളിപ്രമാണികൾക്കും പരീശന്മാർക്കും കുത്തുകൊള്ളുന്നത്. എന്തുകൊണ്ട്? അത് ക്രിസ്തു യഥാർത്ഥമായിട്ട് ഉപമകളാലും മറ്റും യഥാർത്ഥമായിട്ടുള്ള വചനം പറയുമ്പോൾ അത് അവരുടെ ഹൃദയത്തിൽ കുത്തുകൊള്ളുന്നു. എന്തുകൊണ്ട് അവരുടെ ഹൃദയത്തിൽ കുത്തുകൊള്ളുന്നത്? അവരത്തരം പ്രവൃത്തികൾ ചെയ്യുന്നതുകൊണ്ടാണ് അവരുടെ ഹൃദയത്തിൽ കുത്തുകൊള്ളുന്നത്. ചേട്ടാ, ഇവൻ പറയുന്ന എല്ലാവരും കേൾക്കുന്നു, ക്രിസ്തു പറയുന്ന എല്ലാവരും കേൾക്കുന്നു, അവൻ്റെ അരികിലേക്ക് ആൾക്കാർ പോകുന്നു എന്നുള്ള ആ ഒരു ഇത് വരുന്നത്. അപ്പം ദൈവത്തിൻ്റെ സ്നേഹം അതീതമാണ്. അത് മനുഷ്യർ നിർവചിക്കും പോലെയല്ല. ദൈവം ആരെ സ്നേഹിക്കുന്നു, എങ്ങനെ സ്നേഹിക്കുന്നു, എവിടെ സ്നേഹിക്കുന്നു എന്നുള്ളത് ഒരു വ്യക്തികൾക്കല്ല വേറൊരു വ്യക്തികളെ അറിയാവുന്നത്. ദൈവത്തിനാണ് നമ്മളെ അറിയാവുന്നത്. നമ്മുടെ ഹൃദയങ്ങളെയും ഇന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്ന കർത്താവായ യേശുവപ്പച്ചനോ ജീവനുള്ള ദൈവത്തിനാണ് നമ്മൾ ആരെന്നും നമ്മളെന്തെന്നും നമ്മുടെ ചിന്തന വിചാരങ്ങൾ എന്തെന്നും നമ്മുടെ പ്രവൃത്തികൾ എന്തെന്നും അവനാണ് അറിയുന്നത്. മനുഷ്യർ നിങ്ങളെ പലതിലും മാറ്റി നിർത്തും. കാരണം മനുഷ്യൻ അങ്ങനെയാണ്. മറ്റു പലതുമാണ് മനുഷ്യർ നോക്കുന്നത്. പക്ഷേ കർത്താവ് നോക്കുന്നത് എന്തുവാ? ദൈവം നോക്കുന്നതിൻ്റെ നിൻ്റെ ഹൃദയത്തെ ഇന്ദ്രിയത്തെയാണ് അവൻ ശോധന ചെയ്യുന്നത്. അങ്ങനെയാണ് കർത്താവ് നമ്മളെ കാത്തുകൊള്ളണം. അപ്പം ഇന്ന് ഈ വചനത്തിൽ കൂടെ എനിക്ക് ഒരു എൻ്റെ സാക്ഷ്യം കൂടെ പറയുവാൻ എനിക്ക് സാധിച്ചു. ഇനിയും ഈ വചനത്താൽ നമ്മളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയൊരു വചനമായിട്ട് വരാം.